ഇന്നത്തെ കാലത്ത് പല റിലേഷൻഷിപ്സും തുടങ്ങുന്നതും ഡെവലപ്പ് ആവുന്നതും ഒക്കെ ഓൺലൈനിലൂടെയാണ്. ചിലത് സോഷ്യൽ മീഡിയയിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഡേറ്റിംഗ് ആപ്സിലൂടെ ആയിരിക്കാം. ഇനിയിപ്പോൾ ഒരു മാരേജിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും മാട്രിമോണിയലിൽ കൂടെയൊക്കെ പരിചയപ്പെട്ട് അങ്ങനെ ഡെവലപ്പായിട്ടൊക്കെയാണ് കല്യാണങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും ആളുകൾക്ക് ഉണ്ടാകുന്നൊരു സംശയമാണ്, ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് മറ്റേ ആളെ തിരിച്ചറിയുക, നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അങ്ങനെയുള്ള 10 കാര്യങ്ങളാണ്. അതായത് ഒരു ഓൺലൈൻ റിലേഷൻഷിപ്പിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട റെഡ് ഫ്ലാഗ്സ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, പരിചയപ്പെട്ട ഉടനെ, അതായത് പെട്ടെന്ന് തന്നെ, വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ ഒരാളെ പരിചയപ്പെടാൻ ഞാൻ ഇത്രയും ലേറ്റ് ആയത് എന്താണ്, എനിക്കെന്തോ ഒരു സോൾമേറ്റിനെയൊക്കെ പരിചയപ്പെട്ടതുപോലെ തോന്നുന്നു, ഇങ്ങനെ ഒരു ഫീൽ എനിക്ക് വേറെ ആരോടും ഇന്നുവരെ ഉണ്ടായിട്ടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. കാരണം ഓക്കെ, നമ്മളിപ്പോൾ എനിക്ക് നിങ്ങളെ കാണാൻ നല്ല ഇഷ്ടമായി, ഓക്കെ, കാണാനുള്ള ഭംഗിയുണ്ട്, അതിൻ്റെ അർത്ഥം നമ്മൾ ആ വ്യക്തിനെ പറ്റി ഇപ്പോൾ നമ്മൾ തന്നെ വിചാരിക്കും, എന്തറിഞ്ഞിട്ടാണ് എന്നോട് ഇത്രയും ഇഷ്ടം തോന്നുന്നത്, കാരണം എന്നെ പറ്റി ഒന്നും അറിയില്ല, ഞാൻ എന്താണ് ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലും അറിയാതെ ഇങ്ങനെയാണ് ഈ ഇഷ്ടം വരുന്നത്. അപ്പം അതൊരു റെഡ് ഫ്ലാഗാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, അവരൊരിക്കലും നമ്മൾ സംശയിക്കേണ്ട തരം ആളുകൾ ഒരിക്കലും ഒരു വീഡിയോ കോളിലോ ഒരു വോയിസ് കോളിലോ ഒന്നും വരില്ല. അവർ ടെക്സ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസസ് ഉണ്ടാവും എപ്പോഴും. ഇവിടെ എനിക്കൊരു പ്രൈവസി ഇല്ല, അല്ലെങ്കിൽ ഇവിടെ റേഞ്ച് ഇല്ല, ഇവിടെ ഈ നെറ്റ്വർക്ക് ഭയങ്കര കംപ്ലൈൻ്റ് ആണ്, അതല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഫെസിലിറ്റിയിൽ കുറച്ച് ഇടയ്ക്കിടയ്ക്ക് കട്ടാവും, എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞിട്ട് അവർ ഈ ഒരു അവരുടെ മുഖവും അവരുടെ ശബ്ദവും നമ്മളിൽ നിന്ന് മറച്ചു വെക്കുന്നതായിട്ട് നമുക്ക് തോന്നുകയാണെങ്കിൽ. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവരുടെ വളരെ നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ടാവുമല്ലോ. കാരണം ജോലി എവിടെയാണ് ചെയ്യുന്നത്, എന്താണ് ജോലി, പേരെന്താണ്, വീട് എവിടെയാണ്, അങ്ങനത്തെ ക്ലിയർ ആയിട്ട് ഇതിൽ എന്തെങ്കിലും ചിലപ്പോൾ നമ്മളോട് ഫസ്റ്റ് തുടക്കത്തിൽ ആദ്യത്തെ ദിവസം പറഞ്ഞതായിരിക്കില്ല, ഒരാഴ്ച കഴിയുമ്പോൾ പറയുന്നത്. അവർ ചെറുതായിട്ട് അതിലെന്തൊരു മാറ്റം വരും. അങ്ങനെ നമുക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് തോന്നുകയാണെങ്കിൽ, നമുക്കൊരു സംശയം തോന്നുകയാണെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം. പിന്നെ ഒരു സംശയം വരുന്നൊരു പെരുമാറ്റം എന്താണെന്ന് വെച്ചാൽ, പരിചയപ്പെട്ട് കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ നമ്മളടുത്ത് എന്തെങ്കിലും ഒരു സാമ്പത്തിക സഹായം ചോദിക്കുക, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ളൊരു സഹായം, നമ്മളടുത്തൊരു ഫേവർ ചോദിക്കുക. അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അതിന് ചിലപ്പോൾ അത് നേരിട്ട് ചോദിക്കുന്നതായിരിക്കണമെന്നില്ല. എന്തെങ്കിലും ഒരു എനിക്കൊരു വലിയൊരു അത്യാവശ്യം ഉണ്ട് എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മളടുത്ത് ആ ഒരു എന്താ പറയുക, അവർ അതിലാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് സ്വാഭാവികമായിട്ടും ഒരു എമ്പതിയുള്ള ഒരാളാണെങ്കിൽ നമ്മൾ ചോദിക്കും എന്ത് പറ്റി, എന്താണ്. അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് കാശോ മറ്റ് സഹായങ്ങളോ ഒക്കെ തട്ടിയെടുക്കുന്ന ആ ഒരു രീതി ഉണ്ടെങ്കിൽ അത് നമ്മളൊന്ന് സംശയിക്കണം. പിന്നെ ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ദിവസം ഭയങ്കര സ്നേഹം കാണിക്കും, ലവ് ബോംബിംഗ് എന്നൊക്കെ പറയുന്ന പോലെ കുറച്ച് ദിവസം ഭയങ്കര സ്നേഹം കാണിക്കും, പിന്നെ 2-3 ദിവസം ആൾ മിസ്സാവും. അത് നമ്മൾ ഭയങ്കരമായിട്ട് സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. അതിനവർക്ക് എന്തെങ്കിലും ഭയങ്കര കാരണങ്ങളൊക്കെ അവർ പറയും, എനിക്ക് അങ്ങനെ ഒരു ഭയങ്കര അത്യാവശ്യം വന്നത് കൊണ്ടാണ് ഇങ്ങനെയാണെന്നൊക്കെ പിന്നെ പറയും. പക്ഷേ ഈ ഒരു ഇപ്പോൾ ഒരു നന്നായിട്ട് അങ്ങോട്ട് നമ്മൾ ഭയങ്കര ക്ലോസ് ആയി, നമ്മൾ ഭയങ്കര അടുപ്പത്തിലായി നമ്മൾ വിചാരിക്കുന്ന ഒരു സമയത്ത് പെട്ടെന്ന് 2 ദിവസം ഒരു ഗ്യാപ്പ് ഇടുക, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അവരിലേക്ക് ഇമോഷണലി ഡിപ്പെൻഡൻ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ ആണ്. പിന്നെ വരുമ്പം അവർക്കൊരു സ്റ്റോറി ഉണ്ടാവും, നമ്മൾ ആ സ്റ്റോറി വിശ്വസിച്ച് കഴിഞ്ഞാൽ എന്തായി, നമ്മൾ അവരുടെ ട്രാപ്പിൽ വീണു എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ നമ്മൾ സൂക്ഷിക്കേണ്ട മറ്റൊരു ബിഹേവിയർ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുന്നത് പോലെ. നമ്മൾ ഓൺലൈനിൽ കണ്ടാൽ, നിന്നെ ആ സമയത്ത് ഓൺലൈനിൽ കണ്ടല്ലോ, എന്തായിരുന്നു, അതല്ലെങ്കിൽ നമ്മുടെ ഒരു പോസ്റ്റിനോ ഒരു ഫോട്ടോനൊക്കെ വേറെ ആരെങ്കിലും ലൈക്ക് ചെയ്ത് അത് ആരാണ്, അവരെ പറ്റിയിട്ടുള്ള ചോദ്യം ചെയ്യൽ, അതുപോലെ ഭയങ്കര അസൂയുള്ളത് പോലത്തെയൊക്കെ കാണിക്കൽ, ഭയങ്കര പോസിറ്റീവ്നെസ്, ഒരു ഓവറായിട്ട് നമ്മളാകെ കുറച്ച് ദിവസമായിട്ട് പരിചയപ്പെട്ട ഒരാൾ നമ്മുടെ ലൈഫിൽ നമ്മുടെ പേഴ്സണൽ കാര്യത്തിലൊക്കെ ഒരു പരിധിയിൽ കൂടുതൽ ഇടപെടുന്നതായിട്ട് കണ്ടാൽ, നമുക്കൊരു ബൗണ്ടറി വെക്കാൻ സാധിക്കാത്ത രീതിയിൽ അവർ നമ്മളുടെ പേഴ്സണൽ ലൈഫിലേക്ക് ഇടിച്ചു കയറുന്നതായിട്ട് തോന്നിക്കഴിഞ്ഞാൽ നമ്മളത് സൂക്ഷിക്കണം. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, അവരൊരിക്കലും നേരിട്ട് കാണാൻ ഇവർ റെഡിയാവില്ല. ഇപ്പോൾ നമ്മൾ കുറച്ച് ഡെവലപ്പ് ആകുമ്പോൾ നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ടൈപ്പ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും, ഒരു ലവ് റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ഒരു മാട്രിമോണിയൽ ആയിട്ട് നമ്മൾ നോക്കുന്ന റിലേഷൻ, അതല്ല ഇനി ഒരു എക്സ്ട്രാ മെറിറ്റൽ അഫെയർ ആണെങ്കിൽ പോലും, നേരിട്ട് കാണാൻ പറയുമ്പോൾ ഇവർക്കൊരു എന്താ പറയുക, അവരെന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസസ് പറയും. അതായത് നമ്മൾ കുറേ മാസങ്ങളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾ നമ്മൾ ഇതുവരെ നേരിട്ട് കണ്ടിട്ടേ ഇല്ല, ആ ഒരവസ്ഥ. അല്ലെങ്കിൽ അവരെല്ലാം ഞാനിതാ ബുക്ക് ചെയ്തത് റെയിൽവേ സ്റ്റേഷനിലെത്തി, ബസ് സ്റ്റാൻഡിലെത്തി എന്നൊക്കെ പറയും. പക്ഷേ പെട്ടെന്ന് അവർക്ക് എന്തോ ഒരു എമർജൻസി ഉണ്ടാവും, അല്ലെങ്കിൽ പെട്ടെന്ന് എന്തോ ഒരു കാരണം കൊണ്ട് അവരത് ട്രിപ്പ് ക്യാൻസൽ ചെയ്തതായിട്ടുള്ള ഒരു അഭിനയം, അതൊക്കെ വരികയാണെങ്കിൽ നമ്മൾ നന്നായിട്ട് സൂക്ഷിക്കണം. പിന്നെ നമ്മൾ കണ്ടിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, അവർക്കൊരു കഥ ഉണ്ടാവും. ഒന്നുകിൽ ഒരു ബ്രേക്കപ്പ് സ്റ്റോറി ആയിരിക്കും,
അതല്ലെങ്കിൽ പഴയ ക്ലീശേ കഥ പോലെ അച്ഛന് തളർവാദം, അമ്മയ്ക്ക് ഭ്രാന്ത്, ഡൈവോഴ്സായ പെങ്ങൾ എന്നൊക്കെ പറയുന്ന പോലത്തെ അങ്ങനത്തെ ഒരു സ്റ്റോറി ഇവർക്ക് എപ്പോഴും ഉണ്ടാവും. അതല്ലെങ്കിൽ ജോലി സ്ഥലത്ത് അവർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അവരുടെ ഉണ്ടാകുന്ന പീഡനങ്ങൾ, അങ്ങനെ എപ്പോഴും എല്ലായ്പ്പോഴും, അതായത് നമ്മളുടെ സിമ്പതി പിടിച്ച് പറ്റാനായിട്ടുള്ള ഒരു ശ്രമം. വൺസ് നമ്മുടെ സിമ്പതി അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ, നമുക്ക് അവരോട് അഗാധമായ സിമ്പതി ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ ഉടനെ പിന്നെ അത് നമ്മളുടെ മേലുള്ള കൺട്രോളായിട്ട് മാറും. അപ്പോൾ ഇങ്ങനെയുള്ള വളരെ കഥകൾ പറയുന്ന ഒരാളാണെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം. പിന്നെ നമ്മൾ സൂക്ഷിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വളരെ പേഴ്സണലായിട്ടുള്ള ഡീറ്റെയിൽസ് ചോദിച്ചറിയാനും ഒക്കെയുള്ളൊരു ടെൻഡൻസി. അത് നമുക്ക് വളരെ പേഴ്സണലായിട്ടുള്ള, നമ്മൾ ഒരു പരിചയപ്പെട്ട ഉടനെ ഒരാളുടെ അടുത്ത് നമ്മൾ ചെറുപ്പകാലത്ത് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളോ നമ്മുടെ പഴയ റിലേഷൻഷിപ്പിലുള്ള കാര്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഓപ്പണായിട്ട് അപ്പം തന്നെ പറയണമെന്നില്ല. പക്ഷേ അത് അവർ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കഥ ഉണ്ടാക്കി നമ്മളിൽ നിന്ന് ചോർത്തിയെടുക്കുക. എൻ്റെ അടുത്ത് അത്ര അടുപ്പേ ഉള്ളൂ അല്ലേ, എൻ്റെ അടുത്തൊക്കെ പറയാൻ ബുദ്ധിമുട്ടാണല്ലേ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടും അതല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്ത് നമ്മൾ കഥകൾ എടുക്കുക. അതല്ലെങ്കിൽ നമ്മളെ ഭയങ്കരമായിട്ട് പുകഴ്ത്തി അങ്ങനെ ഒരു ഫുൾ സൈസ് ഫോട്ടോ എനിക്ക് കാണണം, അതല്ലെങ്കിൽ മറ്റുള്ള ന്യൂഡ് ഫോട്ടോസ് പോലത്തെ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുക. അതായത് നമ്മുടെ പേഴ്സണലായിട്ടുള്ള വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം. കാരണം ഇതൊക്കെ പിന്നെ ഒരു കാലത്ത് നമുക്കെതിരെയുള്ള ടൂൾസായിട്ട് ഉപയോഗിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അത് ഇപ്പോൾ ഇങ്ങനെയുള്ള ന്യൂഡ് ഫോട്ടോസ് പോലത്തെ അല്ലെങ്കിൽ പോലും നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, ഇപ്പോൾ പഴയ ബ്രേക്കപ്പ് സ്റ്റോറീസ് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ നമുക്കെതിരായിട്ട് അവർക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതിന് മുമ്പ് സൂക്ഷിക്കണം. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, അവരുടെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പരിചയപ്പെടുന്നതാണെങ്കിൽ അവരുടെ പ്രൊഫൈലിൽ കയറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ കുറച്ച് ഡീറ്റെയിൽസ്, ചിലപ്പോൾ ഒരു ഡീറ്റെയിൽസും കാണില്ല. അപ്പോൾ അതായത് ഫോട്ടോ തന്നെ അവരുടെ തന്നെയാണോ എന്ന് നമുക്ക് ഡൗട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഫോട്ടോ റിവേഴ്സ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്, അത് വേണേൽ ചെയ്ത് നോക്കാം. അപ്പോൾ ചിലപ്പോൾ നമുക്ക് വല്ല മോഡലിൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും ഫോട്ടോ ആയിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും ചില കേസസിൽ. അതുപോലെ ഇപ്പം ചിലതൊക്കെ ഇന്ന കോളേജിലാണ് പഠിച്ചത് എന്നൊക്കെ, അപ്പോൾ നമ്മൾ ഫ്രണ്ട്സിൻ്റെ ആ ഒരു ലിസ്റ്റ് നമ്മളെടുത്ത് തുറന്ന് നോക്കുമ്പോൾ അതിനകത്ത് ആ കോളേജിൽ പഠിച്ച ആരും കാണില്ലല്ലോ, അവരുടെ ലൈക്സോ അവർക്ക് വന്നിരിക്കുന്ന കമൻറ്റിലൊന്നും അങ്ങനെയുള്ള ഒരാളായിട്ട് കാണാനേ പറ്റില്ല. അതല്ലെങ്കിൽ അധികം ഡീറ്റെയിൽസ് ഒന്നും ഇല്ലാത്തൊരു പ്രൊഫൈല് നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഇത് ആരാണെന്നൊന്നും മനസ്സിലാവാത്ത രീതിയിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മളൊന്ന് ഡൗട്ട് ചെയ്യണം. അപ്പം പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ഓൺലൈനായിട്ട് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ നേരിട്ട് പരിചയമില്ലാത്ത ആളുകൾ എല്ലാവരും ഫ്രോഡാണെന്നൊന്നും അല്ല. ഓൺലൈനിലൂടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്സ് ഡെവലപ്പ് ആവുന്നുണ്ട്. ആളുകൾ അത് മുന്നോട്ട് കൊണ്ടുപോയിട്ട് നല്ല രീതിയിൽ ജീവിക്കുന്നവർ പോലും ഉണ്ട്. അപ്പം നമ്മൾ ശ്രദ്ധിക്കണം. അതായത് നമുക്ക് വിശ്വസിക്കാൻ പറ്റിയ ആളാണോ, അത് നമുക്ക് ഒരു നമ്മളെ റെസ്പെക്റ്റ് തരുന്ന ഒരാളാണോ, അതുപോലെ സത്യസന്ധതയുള്ള ആളാണോ, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം നമ്മുടെ മനസ്സമാധാനമാണ് നമുക്ക് ഏറ്റവും വലുത്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റിലിടണം. ഇനി ആർക്കെങ്കിലും ഈ കാര്യങ്ങളൊക്കെ അറിയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. കൂടുതൽ ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബും ചെയ്യണം.